ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട് ഐ സോ ഹിം ഗോ. പക്ഷേ വേറെ ചില സ്ഥലങ്ങളിൽ ഐ സോ ഹിം ഗോയിങ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഗോയിങ് എന്ന് ചേർക്കുന്നു, ചില സ്ഥലങ്ങളിലൊക്കെ ഗോ എന്ന് ചേർക്കുന്നു. അപ്പോൾ ഇത് രണ്ടും മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, അതല്ലെങ്കിൽ ഇതിൽ രണ്ടിൽ ഒരെണ്ണം മാത്രമല്ലേ കറക്റ്റ് എന്നൊക്കെ സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഐ സോ ഹിം ഗോ ആൻഡ് ഐ സോ ഹിം ഗോയിങ്, ഇത് രണ്ടും കറക്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് രണ്ടും മാറി മാറി ഇൻ്റർചേഞ്ചബിളി ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ മീനിങ്സ് ഡിഫറൻറ്റ് തന്നെയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐ സോ ഹിം ഗോ എന്ന് പറഞ്ഞാലും ഐ സോ ഹിം ഗോയിങ് എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ നോക്കുമ്പോൾ അത് അവൻ പോകുന്നത് കണ്ടു എന്ന് തന്നെയാണ് അല്ലേ? പക്ഷേ അതിൻ്റെ ഡിഫറൻസ് എന്താണ് എന്ന് നോക്കാം. ഒരു കുഞ്ഞ് സിറ്റുവേഷൻ ഞാൻ പറയാം. ഞാൻ ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു കുട്ടി ഞാൻ നിൽക്കുന്ന ആ സൈഡിൽ നിൽക്കുന്ന ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്ത് മറ്റേ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ ഞാനത് നോക്കി നിൽക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്ത്, അതായത് ഈ സൈഡിൽ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് മറ്റേ സൈഡിൽ എത്തുന്നത് വരെ ഞാനിങ്ങനെ ആ കുട്ടിയെ നോക്കി നിന്നു. ആ കുട്ടി ക്രോസ് ചെയ്ത് മറ്റേ സൈഡിലെത്തി. ഐ സോ ഹിം ക്രോസ് ദ റോഡ്. ഐ സോ ഹിം ക്രോസ് ദ റോഡ് എന്നാണ് പറയുക. ഐ സോ ഹിം ക്രോസിങ് ദ റോഡ് അല്ല. അപ്പോൾ ഞാൻ ആ കുട്ടി ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ എത്തുന്നത് വരെ നോക്കി നിന്നു, എല്ലാം കണ്ടു. ക്രോസ് ചെയ്യുക എന്ന ഒരു പ്രോസസ്സ്, എന്ന ഒരു ആക്ഷൻ കംപ്ലീറ്റായി. അത് മുഴുവൻ ഞാൻ നോക്കി നിന്നു. ഇനി വേറൊരു സിറ്റുവേഷൻ, ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഒരു കുട്ടി റോഡ് ക്രോസ് ചെയ്യുന്നു. പക്ഷേ റോഡിൻ്റെ മിഡിൽ എത്തിയപ്പോഴേക്കും എനിക്ക് എൻ്റെ ബസ് വന്നു. ഞാൻ ബസ്സിൽ കയറിപ്പോയി. അപ്പോൾ കുട്ടി റോഡിൻ്റെ മിഡിലിൽ എത്തുന്നതാണ് ഞാൻ കണ്ടത്. റോഡ് ക്രോസ് ചെയ്യുകയാണ്, പക്ഷേ ഞാൻ മുഴുവനായിട്ട് കണ്ടില്ല. മറ്റേ സൈഡിലെത്തുന്നതൊന്നും ഞാൻ കണ്ടില്ല. കുട്ടി ആ ക്രോസ് ചെയ്യുക എന്ന ഒരു പ്രോസസ്സ്, അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ഐ സോ ഹിം ക്രോസിങ് ദ റോഡ്. നോക്കൂ, ഡിഫറൻസ് മനസ്സിലായില്ലേ? അതായത് മുഴുവനായിട്ട് ആ ഒരു പ്രോസസ്സ്, ആ ഒരു ആക്ഷൻ മുഴുവനായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഐ സോ ഹിം ക്രോസിങ് ദ റോഡ് ഒരു പാർട്ട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അതേസമയം മുഴുവനായി കണ്ടെങ്കിൽ ഐ സോ ഹിം ക്രോസ് ദ റോഡ്. ഞാൻ ബസ്സിൽ കയറി കഴിഞ്ഞ് ഒരു കുട്ടി എൻ്റെ അടുത്തിരുന്ന് ഒരു ആപ്പിൾ ബാഗിൽ നിന്നെടുത്തു. അത് കഴിക്കാൻ തുടങ്ങി. അത് കഴിയുന്നത് വരെ ഞാനത് കണ്ടു. ആ കുട്ടി ആപ്പിൾ കഴിക്കുന്നത് ഞാൻ കണ്ടു, മുഴുവനായി കണ്ടു. മുഴുവൻ ആപ്പിളും കഴിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഐ സോ ഹെർ ഈറ്റ് ആൻ ആപ്പിൾ. ഞാൻ മുഴുവനായിട്ട് ആ കുട്ടി ആപ്പിൾ കഴിക്കുന്നത് കണ്ടു. ഇനി വേറൊരു സിറ്റുവേഷൻ, കുട്ടി ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ അടുത്തിരിക്കുന്ന കുട്ടി. ആ സമയത്ത് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തി, ഞാൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ആ കുട്ടി ആപ്പിൾ കഴിക്കുന്നത് മുഴുവനായിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ എനിക്കറിയില്ല ആ കുട്ടി പകുതി കഴിച്ചു കഴിഞ്ഞിട്ട് അത് വലിച്ചെറിഞ്ഞു ഒന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ കുട്ടി കഴിക്കുന്നത് ഞാൻ കണ്ടു, മുഴുവനായി കണ്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഐ സോ ഹെർ ഈറ്റിംഗ് ആൻ ആപ്പിൾ. മുഴുവനായി കണ്ടില്ല. ഐ സോ ഹെർ ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഇനി ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി കുറേ കുട്ടികൾ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്നത് ഞാൻ കണ്ടു. ഐ സോ ദം പ്ലേയിങ്. ഐ സോ ദ ചിൽഡ്രൻ പ്ലേയിങ്. കാരണം കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയാണ് ഞാൻ കണ്ടത്. ആ കുട്ടികൾ എത്ര സമയം കളിച്ചെന്നോ, എപ്പോൾ കളി തുടങ്ങിയെന്നോ, ആ കളി മുഴുവനാക്കുന്നത് ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ അതിൽ കൂടി പാസ് ചെയ്ത് പോയി. പക്ഷേ ആ കളിയുടെ ഒരു പാർട്ട് ഞാൻ കണ്ടു. ഐ സോ ദ ചിൽഡ്രൻ പ്ലേയിങ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എവിടെയാണ് ING ഫോം യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ബെയർ ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യേണ്ടത് എന്ന്. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ഐ സോ ഹിം പ്ലേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പ്ലേ എന്ന് മാത്രമാണ് ഉപയോഗിച്ചത്. ഒരു വേർബിൻ്റെ ഫസ്റ്റ് ഫോം, അല്ലെങ്കിൽ നമുക്കതിനെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ടു എന്ന്, സാധാരണ ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് 2 + V1 ഫോം അല്ലേ. ആ 2 എന്ന പാർട്ടിക്കിൾ ഒഴിവാക്കി കഴിഞ്ഞ് കിട്ടുന്നതാണ് ബെയർ ഇൻഫിനിറ്റീവ്. അപ്പോൾ കംപ്ലീറ്റ് ആയി ആക്ഷൻ കണ്ടെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുക. അതല്ല, ഒരു ആക്ഷൻ്റെ ആക്ഷൻ മുഴുവനായി കണ്ടില്ല, ഹോൾ പ്രോസസ്സ് കണ്ടില്ല, അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ കണ്ടുള്ളൂ എങ്കിൽ ING ഫോം യൂസ് ചെയ്യുക. ഐ സോ ഹിം ഗോ എന്ന് പറയുമ്പോൾ ഗോ എന്നത് ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ഐ സോ ഹിം ഗോയിങ് എന്ന് പറയുമ്പോൾ ഗോയിങ് എന്നത് പാർട്ടിസിപ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച എക്സാമ്പിൾ സെൻറ്റൻസ് ഒക്കെ ഐ സോ ഹിം അല്ലെങ്കിൽ ഐ സോ ഹെർ, ഐ സോ ദ ചിൽഡ്രൻ എന്നൊക്കെയല്ലേ ഉപയോഗിച്ചത്. സോ എന്നാൽ സീ കാണുക എന്ന വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. സോ എന്നതും അതുപോലെ വേറെ ചില വേർബ്സ് ഉണ്ട്, വേർബ്സ് ഓഫ് പെർസെപ്ഷൻ. ഈ വേർബ്സ് ഒക്കെ ഫോർ എക്സാമ്പിൾ നോട്ടീസ്, ഒബ്സർവ്,
വാച്ച്, ഹിയർ ഇതൊക്കെ അത്തരം വേർബ്സിൽ പെട്ടതാണ്. ഈ വേർബ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞു വരുന്ന വേർബ്സിന്റെ ഒപ്പം നമുക്ക് ING ഫോം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് തന്നെ യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യുന്നതിന് അതിനുള്ള റൂളാണ് പറഞ്ഞത്. കംപ്ലീറ്റ് ആയി ആ ആക്ഷൻ കാണുന്നു എങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് തന്നെ യൂസ് ചെയ്യുക, അതല്ല എങ്കിൽ ING ഫോം യൂസ് ചെയ്യുക. ഐ വാച്ച്ഡ് ദ ഗേൾ ഡ്രോയിങ് എ പിക്ചർ. ഐ വാച്ച്ഡ് എ ഗേൾ ഡ്രോയിങ് എ പിക്ചർ എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് എന്നുപയോഗിച്ചു. ഐ വാച്ച്ഡ് എ ഗേൾ ഡ്രോയിങ് എ പിക്ചർ. ഇവിടെ ഡ്രോയിങ് എന്നുപയോഗിച്ച് എന്താ, മുഴുവനായിട്ട് ഒരു പടം വരയ്ക്കുന്നത് കണ്ടില്ല. ആ കുട്ടി വരയ്ക്കുന്നത് കണ്ടു, പക്ഷേ ആ വരയ്ക്കുന്നതോ വരച്ച് തുടങ്ങുന്നതോ വരച്ചിട്ട് അവസാനിപ്പിക്കുന്നതോ ഒന്നും കണ്ടില്ല. അപ്പോൾ I saw the girl drawing a picture. I watched a girl drawing a picture. ഇനി ഹിയർ കേൾക്കുക. I heard the children singing a song എന്ന് പറഞ്ഞാൽ കുട്ടികൾ പാട്ട് പാടുന്നത് ഞാൻ കേട്ടു, പക്ഷേ പാടുന്നത് മുഴുവനായി, ആ ഹോൾ പ്രോസസ്സ് മുഴുവനായി ഞാൻ കേട്ടില്ല. കുറച്ചൊരു പാട്ട്, ആ പാട്ട് പാടുന്നത് കേട്ടു, പക്ഷേ മുഴുവൻ പാട്ട് കേട്ടില്ല. പാട്ട് പാടി തുടങ്ങുന്നതോ അവസാനിപ്പിക്കുന്നതോ ഒന്നും കേട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു പാട്ട് മുഴുവനായി കേട്ടു എന്നുണ്ടെങ്കിൽ ഐ ഹേർഡ് ദ ചിൽഡ്രൻ സിങ് എ സോങ്. ഇനി നമ്മളോട് ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുന്നു. ആ കുട്ടി ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ? അപ്പോൾ ഐ സോ ഹിം ഈറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടു. ഐ സോ ഹിം ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിക്കുന്നത് കണ്ടു, പക്ഷേ അത് മുഴുവനാക്കിയോ എന്നറിയില്ല എന്നാണ്. അപ്പോൾ എന്താണ് ഐ സോ ഹിം ഗോ എന്ന് പറയുന്നതും ഐ സോ ഹിം ഗോയിങ് എന്ന് പറയുന്നതും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ.